കണ്ണൂരിൽ പാമ്പ് കടിയേറ്റ് മരണം. തളിപ്പറമ്പ് പട്ടുവം സ്വദേശി നഫീസയാണ് മരിച്ചത്. വെള്ളിയാഴ്ച വീട്ടിൽ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. പാമ്പ് കടിയേറ്റ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നഫീസയുടെ മരണം. ശംഖവരയൻ പാമ്പാണ് കടിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന സ്ഥലത്തുണ്ട്. അഭിജിത്ത്, ഈ സ്ഥലം ഏത് തരത്തിലാണ്? നിരവധി ചെടികളൊക്കെ ഉള്ള ഭാഗത്തുനിന്നാണ് ഈ പാമ്പ് എത്തിയിരിക്കുന്നത്. ശംഖുവരയനാണ് കടിച്ചതെന്നാണുള്ള വിവരമാണ് ലഭിക്കുന്നത്. പാമ്പിനെ പിടികൂടിയോ? ശംഖുവരയൻ എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ശംഖുവരയനെ ഇവിടെ കൂടുതലായി കാണാറുണ്ട് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ദാരുണമായ സംഭവമാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നബീസയുടെ മരണം സംഭവിക്കുന്നത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു മാധു നബീസയെ പാമ്പ് കടിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയത് വീട്ടിനകത്ത് വെച്ച് പാമ്പ് കടിയേറ്റു എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ അയൽവാസികൾ നബീസയെ ആശുപത്രിയിൽ എത്തിച്ചത് അവരൊക്കെ ചേർന്നാണ്. അവർ പറയുന്നത് വീടിന് പുറത്തു നിന്ന് പാമ്പ് കടിയേൽക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ്. സ്മൃതി ചോദിച്ചതുപോലെ തന്നെ അല്പം കാടൊക്കെ മൂടിയൊരു പരിസര പ്രദേശം കൂടിയാണ്. വീടിന് സമീപത്തായി അല്പം കാടൊക്കെയുണ്ട്. ആ രീതിയിലുള്ള പുല്ലും പുൽപ്പടർപ്പും ഒക്കെയുണ്ട്. ഇവിടെ നിന്ന് ഓല വെട്ടുകയായിരുന്നു നബീസു എന്നുള്ളതാണ് ഇപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത്. അതിനിടയിലാണ് അവർക്ക് ചെറിയ അസ്വസ്ഥത തോന്നുകയും തുടർന്നൊരു വേദന അനുഭവപ്പെട്ട് അത് ഈ പരിസരത്തുള്ളവരോട് പറയുകയാണ്. ആദ്യം പാമ്പാണ് കടിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇവർക്കൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല, അങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീടാണ് ആശുപത്രിയിൽ എത്തുകയും അങ്ങനെ ഒരു സംശയം തോന്നുകയും ചെയ്ത്. ചേട്ടൻ, നിങ്ങളാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്? അല്ലല്ല, ഞാനല്ല. നാട്ടുകാരൊക്കെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നത്. അവര് പാമ്പ് കടിച്ചാണെന്ന് ആദ്യം മനസ്സിലായില്ല. അവരന്നേരം ക്ഷീണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പിന്നീടാണ് വൈകുന്നേരങ്ങളാണ് അറിയുന്നത് പാമ്പ് കടിയേറ്റതാണെന്ന് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷം. പുറത്ത് വെച്ച് പാമ്പ് കടിക്കാനാണ് സാധ്യത അല്ല? അങ്ങനെയാണ് പുറത്ത് അതിന് സാധ്യത. കാരണം ഇന്നലെ കംപ്ലീറ്റ് എല്ലാം ക്ലീൻ ചെയ്യാലും ചെയ്തിന്. അങ്ങനെ ഒരു പാമ്പിനെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്ന് തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഇവിടെ ഇങ്ങനെ പാമ്പിനെയൊക്കെ കാണുന്ന സ്ഥലമാണോ ഇവിടെ കൂടുതലായി? പാമ്പുണ്ടാവും, പൊതുവെ വയലല്ലേ, അപ്പം പാമ്പുണ്ടാവും. സ്വാഭാവികമായിട്ടും വെള്ളിക്കെട്ടൻ, മറ്റേ ചെറിയ മണ്ടലി, അതൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആയിരിക്കും ചിലപ്പം ഈ മറ്റേ കത്തിക്കാൻ വേണ്ടി ഓല ശേഖരിക്കുന്ന സമയത്ത് മറ്റും കടിച്ചിട്ടുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ക്ഷീണം തോന്നിയിട്ട് വീട്ടിൽ വന്ന് കിടന്നു. അങ്ങനെയാണ് മക്കൾ അറിയുന്നത് തന്നെ. ആ കിടക്കുന്ന കണ്ടിട്ട് അങ്ങനെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. തൊട്ടടുത്തുള്ള ആശുപത്രിയിലാണ് സാധാരണ ആശുപത്രി ആദ്യം കൊണ്ടുപോയത്. ഒന്നാമത് പരിഹാരത്തേക്ക് കൊണ്ടുപോയിരുന്നു. ശരി, സംസ്ഥാനത്ത് വീണ്ടും ഒരു പാമ്പ് കടിയേറ്റുള്ള മരണം ഉണ്ടായിരിക്കുന്നതാണ്. പരിസരവാസികളുടെ പ്രതികരണമാണ് കാണുന്നത്.